ക്രിസ്മസ് കാർഡ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ A4 സൈസിലുള്ള കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. 2 ടൈപ്സ് ക്രിസ്മസ് കാർഡ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഒന്നൊരു പോപ്പപ്പ് കാർഡും രണ്ടാമതൊരു സാന്താ കാർഡും. ഈ ഒരു പേപ്പർ മാത്രം വെച്ചിട്ടാണ് ഞാനിവിടെ കാർഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ കാർഡ്സിൻ്റെയും അതുപോലെ ക്രിസ്മസ് ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പോപ്പപ്പ് കാർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 4 കളേഴ്സിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി പ്രസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ താഴോട്ടൊരു 18 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ടൈപ്പ് ആക്കി വരച്ചെടുക്കുക. ഇനി ഇതുപോലെ ഞാൻ ഓരോ ഗ്യാപ്പ് ഓരോ സെൻറ്റിമീറ്റർ വീതം ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ലൈൻസ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ ചെയ്യുന്ന പോലെ ഓരോ ലൈൻസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ താഴെ വരെ ഓരോ ലൈൻസിൻ്റെ അവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ താഴെ വരെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോലെ ഈ ഒരു സിഗ്സാഗ് പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരേ വിടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ആ ലൈൻസ് വരച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തത്. ഇത് താഴെ വരെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ വേറെ 5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത്ത് 18 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വിടുത്ത് വ്യത്യാസമുണ്ട്. ഇത് 5, 4, 3, 2 and 1 സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെയാണ്. ഇനി നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച ഈ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഏറ്റവും വലുതെടുത്തിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ടാണ് നെക്സ്റ്റ് വൺ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് നെക്സ്റ്റ് വൺ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോഴും എല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. എന്നാലേ നമുക്ക് നെക്സ്റ്റ് ഈ ഭാഗത്ത് ഗ്ലൂ ആക്കുമ്പോൾ ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഒട്ടിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ലെയർ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ സെക്കൻഡ് ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. വലുതുനിന്ന് ചെറുതുക്ക് ആ ഒരു ഓർഡറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം എല്ലാം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എല്ലാത്തിലും ഗ്ലൂ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ഞാനതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ പീസിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളർ പേപ്പറിന് ഒരു സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഇതും ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഒരു പഞ്ചിങ് മെഷീൻ കൊണ്ട് ഇതുപോലെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പറിലും പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ കുറേ സർക്കിൾസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ സ്റ്റാർസ് ഒക്കെ വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സർക്കിൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള 5 സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള വേറൊരു 5 സർക്കിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ബോൾസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്കിൾസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു സർക്കിൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു സർക്കിളും അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് മറ്റേ സർക്കിൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വൺ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഗ്ലൂ ആക്കിയിട്ട് മറ്റേതിന് മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ഫോൾഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബോളിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഈ കാർഡിൻ്റെ ഫ്രണ്ട് വശത്തായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ ചെറിയ സർക്കിൾസ് വെച്ചിട്ടും ഇതുപോലെ ഒരു ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിന് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു ബോ ഒക്കെ വരച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസും അതുപോലെ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് കാർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വെറും ഒരു കളർ പേപ്പർ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാർഡാണിത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പോപ്പപ്പ് കാർഡാണിത്. പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് കൂടുതൽ ഡെക്കറേറ്റീവായിട്ടൊക്കെ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പോപ്പപ്പ് കാർഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സാന്താക്ലോസിൻ്റെ ഫേസിലുള്ള കാർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 കളറിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാന്താക്ലോസിൻ്റെ ഫേസിന് ആവശ്യമായ ഷേപ്സ് ആണ്. ഇതുപോലെ ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ ഇങ്ങനത്തെ കുറച്ച് ഷേപ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷേപ്പാണ് സാന്താക്ലോസിൻ്റെ താടിയായിട്ട് വരുന്നത്. ഇതൊരു ഫുൾ സർക്കിളാണ്. അതിൻ്റെ സൈഡ് അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതാണ്.
ഇനി ഈ ഒരു ഷേപ്സ് എല്ലാം വെച്ച് ആ ഒരു ഫേസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാന്താക്ലോസിൻ്റെ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വൈറ്റ് കളറിലുള്ള റെക്റ്റാങ്കിൾ പീസ് വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ക്യാപ്പിൻ്റെ ഇവിടെ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു സർക്കിൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാന്താക്ലോസിൻ്റെ ഫേസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കണ്ണ് മൂക്ക് ഇതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ആദ്യം പെൻസിൽ വെച്ച് വരച്ചിട്ട് പിന്നെ സ്കെച്ച് വെച്ച് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കാർഡിൻ്റെ ഉൾവശത്തായിട്ട് ഞാനിതുപോലെ മെരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കാർഡാണിത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ക്രിസ്മസ് കാർഡും അതുപോലെ ക്രിസ്മസ് ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ലിങ്ക് ഞാൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 കാർഡ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ബൈ.